ശക്തിയില്ല, ബലമില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ സ്വഭാവം പൊട്ടിയ സെയിം പിച്ച്. ശരിയായിട്ടുണ്ട്. ഞാൻ അത്ര നല്ലവനായൊന്നും പറയണില്ല. അത്ര പെൻഡാക്യൂവിൽ നിന്ന് ഞങ്ങൾ കടമക്കുടിയിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ട്രാഫിക്, വികസിക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയല്ല. നിന്റെ അവിടെ പാലക്കാട് വെജ് റെസ്റ്റോറന്റ്. പണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ട്. പാലക്കാട് അങ്ങനെ നിനക്ക് ഇത്ര ഓർമ്മയോടെ ഫുഡ് അടിച്ചിട്ടുണ്ടെന്ന്? പണ്ട് ഞാൻ കുസാറ്റിൽ അഡ്മിഷൻ എടുക്കണ മുമ്പ് ഇവിടെ വന്നിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന മുന്നേ? അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 10-15 വർഷം മുമ്പത്തെ കാര്യമാണ് പറയണത്. ഫസ്റ്റ് ഡേ അറ്റ് കുസാറ്റ്. 15 വർഷം മുമ്പത്തെ കാര്യം. നിനക്ക് വയസ്സായി, നീ മനസ്സിലാക്കണോ? ആൾക്കാർക്ക് ബോറടിച്ചല്ലോ വഴി. നമുക്ക് വഴി തെറ്റി. ഇവിടെ ചുമ്മാ കയറി വരണം. പക്ഷെ കള്ളി ചാപ്പിൽ എത്ര ടൈം ആവും? ചുമ്മാ കയറി വരാല്ലേ? കൊറേ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോവാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പുറത്തേക്ക് നമുക്ക് സൺസെറ്റ് ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഓൾഡ് കടമക്കുടിയിൽ പോവാം. കടമക്കുടിയിലെ പട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നെന്മാറയിലെ പട്ടി, പാരയൂരിലെ പട്ടിയും കൂടിയിട്ട് നടക്കുക. അവിടെ പള്ളിയുണ്ട്. ഏത് പള്ളി? കടമക്കുടി തന്നെ. മറ്റേ ഇതാണ് ഓൾഡ് കടമക്കുടി. മറ്റേ ഷാപ്പൊക്കെ ഉള്ളത്. ഇവിടെ ഷാപ്പില്ല. ചളിവെള്ള അത്. അടിപൊളി. ഞാൻ വീഡിയോ എടുക്കുന്നു ഇൻ കേസ് നീ പോവാണെങ്കിലേ. സിമ്പിൾ. ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ ഇതാണ് നമ്മുടെ വല. ഇനി ഡ്രോണ് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. പറത്തിക്കൊണ്ടിരിക്കുക. മീറ്റ് അവർ ഡ്രോൺ കുട്ടൻ. കണ്ണും ചെറുതൊക്കെ ഉണ്ട് ഡ്രോണിന്.
കുറെ ലൈറ്റും ഉണ്ട്. ഡെയിലി വെള്ളം ആക്കിയതോ? അത് വീഡിയോയും ചോദിച്ചു വെച്ചേണ്ടി അത് ഇങ്ങനെ ആക്കണെങ്ങനെയാ? നിങ്ങൾക്കത് അടുത്തിട്ടില്ല, ആ നെറ്റ് തന്നെ വന്നത്. പിന്നെ വല വെക്കണവർക്ക് അത് എടുക്കും. ഈ സാധനം ഇങ്ങനത്തെ സാധനം കിട്ടും. അപ്പം ചെമ്മിനും മീനും പിടിക്കും. അങ്ങാട് പോവാതെ ചെമ്മീൻ വളർത്തൽ. ഇതില് ഞാനെന്ത് വരാപ്പുഴ മാർക്കറ്റ്. വരാപ്പുഴ മാർക്കറ്റ് മുത്തിനല്ലേ മീൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞ വാങ്ങിച്ചാലോ? വാങ്ങിത്തരൂ ശരിയാ. പോകുമ്പോ വാങ്ങിച്ചാലോ? കിടിലം മീൻ പറ്റിച്ച കറി ഞാൻ ഉണ്ടാക്കി തരാം. മഴ വരുന്നു മഴയത്ത് കടമക്കുടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആ കാണാൻ. നീ കണ്ടിട്ടുണ്ടോ മുമ്പ്? കണ്ടിട്ടില്ല. ചുമ്മാ തള്ളിക്കോളട്ടാ. കടമക്കുടി കള്ളി ഷാപ്പിലേക്ക് പോയി. കള്ള് ഷാപ്പിലേക്ക് പോകണ എന്റെ ആദ്യത്തെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഇവിടത്തെ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ ഇതാ കറക്റ്റ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കള്ള് ഷാപ്പിലോട്ടുള്ള വഴി. ഇവിടെ തന്നെ ഇവര് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടൂല ഇവർക്ക് പിടിക്കാൻ. ഇന്നിറങ്ങി കണ്ടിരുന്നാ മതി. അതിന് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാനല്ലേ പോകുന്നുള്ളൂ അല്ലേ മുത്തേ? ശരിയാ. പാലാണല്ലോ, പാലിന്റെ പോലത്തെ പാനീയമാണല്ലോ എന്നറിയാൻ വേണ്ടിട്ട്. ഇതാ വേറൊരു ലാൻഡ്മാർക്ക്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതൊന്നും കാണില്ലല്ലോ. ഇങ്ങനെ ഒരു പാലമുണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ. തെറ്റി വീണ്ടും നന്നായിട്ടുണ്ട്. ലാൻഡ്മാർക്ക് ഇവിടുത്തെ ഇവിടുന്ന് റൈറ്റ് തിരിയാനുണ്ട്. എന്തൊരു കഷ്ടം, എപ്പോഴും തെറ്റാണല്ലോ. അഡ്വക്കേറ്റ് മൊത്തം BCom LLB ബോർഡ് വെച്ചാൽ നമുക്ക് ബോർഡൊക്കെ അതൊന്നും പ്രശ്നമില്ല നമുക്ക്. ഒരു അമ്മയുടെ സൈക്കിളിന്റെ ബാക്കിൽ ഒരു ഇതാണ് വഴിയെന്ന് തോന്നുന്നു കടമക്കുടിയിലോട്ടുള്ളത്. വഴിതെറ്റി കടമക്കുടി പോവാൻ അതൊരു കഴിവാണ്. തെറ്റി വഴി തെറ്റിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ആ ബാക്കിലോട്ട് തിരിച്ചാ ചേച്ചിയോട് ചോദിച്ചാലോ? അത് എടുക്കണ്ട, അല്ല ക്ലോസ് ചെയ്യണ്ട. ചേച്ചി കടമക്കുടിക്ക് എങ്ങനെയാ പോവാ? കടമക്കുടി അവിടെ നേരെ പോയി കഴിയുമ്പോഴേക്കും ലെഫ്റ്റിലോട്ട് രണ്ടാമത്തെ ലെഫ്റ്റ് ഇവിടുന്ന് പോകുമ്പോ തന്നെ പാലം കഴിഞ്ഞിട്ട്. ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ അങ്ങട്ടാ അങ്ങനെ എടുക്കോ? വഴി തെറ്റില്ലല്ലോ. കറക്റ്റ് പറഞ്ഞു. അതെ, ഇനിയിപ്പോ വഴി തെറ്റില്ലല്ലോ. നിങ്ങള് അവിടെ തന്നെ ഇറക്കാൻ ചെയ്യാൻ. ആരാണ് കരയൊക്കെ തരില്ല. കരയാത്ത നല്ല നീ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഇറക്കം കിട്ട് എവിടെയാന്ന് ഇപ്പൊ ഈ റോഡ് ഇപ്പോഴല്ലേ നന്നാക്കിയത്? വേണ്ട കേട്ടോ അത് മനസ്സിലായ നമ്മുടെ സാന്ത്വനത്തിലെ ബാലേട്ടനില്ലേ? അതാ സീരിയല് കാണാറില്ല? ഞാൻ പരസ്യം കാണാറുണ്ട്. അപ്ഡേറ്റ്സ് ഉണ്ടാവണം. അപ്ഡേറ്റ്സ് ബൈ ബൈ. നമ്പർ
ടാറ്റാ. റെക്കോർഡിംഗ് ആണോ? കിട്ടിയൊന്നും അറിയില്ല, വെറുതെ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര നേരം കള്ളുഷാപ്പ് എന്ന് പറഞ്ഞ കള്ളുഷാപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്. ഇപ്പൊ പോകുമ്പോ നല്ല രസമുണ്ട്, എല്ലാം നന്നായി കണ്ടിട്ടേ വേണം തിരിച്ചു വരുമ്പോ. നമ്മൾ കള്ളു കുടിക്കാനല്ല, ഷാപ്പിലെ കറികൾ കഴിക്കാൻ. അന്ന് വരുന്ന സമയത്ത് ഇവിടെ ഫുൾ ചെളി പെളിയായിരുന്നു. അന്ന് നമ്മളതിന് വന്നിട്ടില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്. അതെ അതെ. അവിടെ ഒരു നീല ഷെഡ് ഇട്ടാ. അല്ല, കാണുന്നില്ല, കാണാൻ പോണേയുള്ളൂ. സിലിയുടെ ഗോത്രവർഗക്കാർ രണ്ടുപേർ ഇവിടെ കാണുന്നില്ല. കാക്കയാണോ? അല്ല, അത് കൊച്ചി ഞാൻ കണ്ടുപിടിച്ചു. സിലിയുടെ ബന്ധുക്കൾ മൂന്ന് പേർ. സ്വിമ്മിംഗ് പൂൾ. അത് വരുമ്പോ വെള്ളത്തിലാണ് പറഞ്ഞായിരുന്നു. ഇതാ കണ്ട വെള്ളത്തിൽ. ഓ ചാടിക്കോടി, എന്റെ ബന്ധു വിളിക്കുന്നു. ഈ സൈഡ് എനിക്ക് കാണാത്ത ബോട്ടിന് പുറകെ വിട്ടാലോ? സിനിമാറ്റിക് ഷോട്ട്. നമ്മുടെ കഥാനായകൻ ഹാരി മാർട്ടിൻ. അല്ല, അത് അതിന്റെ ഇത് കാണിക്കാം. അത് ശരിയാക്കാൻ പറ്റില്ലേ? കഴിക്കാന്നല്ല കേട്ടോ.
സന്തോഷ സൂചകമായി തന്ന കള്ള് സ്വീകരിച്ച് ബാലകര ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. ഇങ്ങനെ വേണം. സന്തോഷ സൂചകമായി തന്ന കള്ള് സ്വീകരിച്ച് ബാലകര ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷ സൂചകമായി തന്ന കള്ള് സ്വീകരിച്ച് ബാലകര ഞങ്ങളിതാ പോകുന്നു.